ഈവനിങ് ആയിരുന്നു ജോലി. അപ്പൊ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ഒരു കോളിലായിരുന്നു. അപ്പൊ കോള് സ്പീക്കറിൽ ഇട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിലുള്ള ആൾ എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് പുറത്തേക്ക് നോക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് സ്കൂൾ വിടുന്ന സമയമാണല്ലോ, പിള്ളേരെ സൗണ്ട് അങ്ങനെ എന്തെങ്കിലും ആവുന്നു. പിന്നെ പോലീസ് ജീപ്പിന്റെ സൈറനൊക്കെ കേട്ടപ്പോഴാണ് പുറത്തേക്ക് നോക്കുന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ നോക്കി കരയുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഒരു പണി കഴിയാത്ത ബിൽഡിംഗ് അവിടെ ഉണ്ട്. അപ്പൊ അവിടെ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും വിചാരിച്ച ആദ്യം. പിന്നെയാണ് ആ കൊച്ചു തൂങ്ങി കിടക്കുന്നത് കണ്ട്. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ തന്നെ വിൻഡോ കൂടെ ഇറങ്ങി ഓടി. നമ്മുടെ ഒരു ഫ്ലാറ്റിന്റെ ഒരു 6 ഫ്ലാറ്റ് അപ്പുറത്താണിത്. പിന്നെ ആ സൈഡിലൂടെ തന്നെ അങ്ങ് വെച്ച് ഓടിയപ്പോ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് പോലീസുകാരൻ കയറി വന്ന്. പിന്നെ പുള്ളിക്ക് അത്യാവശ്യം തടിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പുള്ളിക്ക് അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ സമ്മറായ കാരണം ആ വെയിലിന്റെ ഒരു ഇതും കാരണം പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല പ്രോപ്പറായിട്ട്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഒന്ന് നീക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി കയറി നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് മനസ്സിലായപ്പോ പുള്ളി തന്നെ പറഞ്ഞു എന്റെ അടുത്ത് കയറി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കയറി നിന്ന്. അപ്പൊ തന്നെയാണ് കൊച്ചിന്റെ ഗ്രിപ്പ് പോയിട്ട് കൊച്ചു നേരെ താഴോട്ട് വന്നത്. താഴോട്ട് വന്നപ്പോ പിന്നെ അത് നേരെ പുറത്തേക്കാണ് പോയത്. അത് ആ ഒരു ഫോഴ്സിൽ പുറത്തേക്ക് വന്നപ്പോഴേ നമുക്ക് നിൽക്കാൻ അധികം സ്പേസ് ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കാലം അവിടെ ഇടിച്ച് നിർത്തി ഒന്ന് ബെൻഡ് ചെയ്തിട്ട് നിന്നിട്ട് കൊച്ചിനെ എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ പോലീസുകാരൻ വന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലായപ്പോഴേ അവർക്കപ്പോ അവിടുന്ന് പറ്റിയിരുന്നില്ല. അപ്പൊ ഞാനൊരു ആ സൈഡിൽ നിന്ന് വന്ന കാരണമാണ് ഇങ്ങനെ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റിയെന്ന് അവര് പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു. അവർക്ക് ഉണ്ടായിപ്പോയി.